വൺ ഡേ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഒരു സന്തോഷമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചു തരാവേ. എന്നാൽ ഫുഡും കൊണ്ട് രാവിലെ സുന്ദരിക്ക് ഫുഡും കൊണ്ട് പോവുകയാണ്. സുന്ദരിക്കും വെളിയിൽ 1-2 പേരും വന്ന് നിൽപ്പുണ്ട്. അതിലൊരു പുതിയൊരു കുഞ്ഞൊരാളുണ്ട്, കാണിച്ചു തരാം. അതെന്തുവാ? തേങ്ങടെ ഇന്ത്യ അങ്ങോട്ട് പോയി ദാണ്ടേ കുഞ്ഞാളിനെ കിട്ടാ കളിക്കുന്നുണ്ട്. അമ്മ പോല ഇതാണ് ആള്. ധാരാളെന്നറിയാ, നമ്മളെ മണിക്കുട്ടിയുടെ സഹോദരിയുടെ കുഞ്ഞാണ്. ഒരാളേ ഉള്ളു. 5-6 പേരുണ്ടായിരുന്നു, പക്ഷെ ബാക്കിയൊക്കെ മരിച്ചുപോയി. ഉണ്ട്, ഇതാണ് തള്ള, ഇത് അമ്മയാണ്. അപ്പോൾ അമ്മയുടെ കൂടെ ആദ്യമായിട്ട് ആള് റോഡ് ചുറ്റാനൊക്കെ ഇറങ്ങിയതാ. അപ്പം ആദ്യമായിട്ട് ഇറങ്ങിയോണ്ട് നമ്മളെ കണ്ട് പേടിച്ച് മാറിയിരിക്കുക കേട്ടോ. ഒരു പേടിയൊക്കെ ഉണ്ട്. തള്ള താണ്ട് ഇവിടെ നിന്ന് ചോറിയിരുത്. രാവിലെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഇവിടെ ഈ വീട്ടിലാണ് കിടക്കുന്നത്. അവിടുത്തെ എടുത്തില്ല അവൻ കിടക്കുന്നതും ഉറങ്ങുന്നതും ഫുഡും ഒക്കെ അവിടുന്ന് തന്നെ അവന്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് ഇന്നവൻ അമ്മയുടെ കൂടെ നാട് കാണാൻ വേണ്ടിയിട്ട് വെളിയിലിറങ്ങിയിട്ട് പോന്നു. ശരീരം ഇടയ്ക്കുന്ന അങ്ങനെ ആളെ ഇറങ്ങിയിട്ടുണ്ട്. ആണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇച്ചിരിയുള്ള ആളേട്ടാ. വീഡിയോ കാണുന്നതിന് അത്ര വലിപ്പമില്ല. തള്ളയുടെ അടുത്ത് ഓടി പോകുന്നുണ്ടോ ഭക്ഷണം കഴിക്കാൻ? അയ്യോ, തള്ള വരട്ടെന്ന് കൊച്ചിന് കൊടുക്കുന്നില്ല. നല്ല തള്ള, അവ ഭയങ്കര സ്പീഡിന് കഴിക്കുന്നു. അടുത്തെല്ലാം വരത്തില്ല, കാരണം ആദ്യമായിട്ട് നമ്മളെ കാണുന്നോണ്ടേ അവന് പരിചയമില്ലാത്തതുകൊണ്ട് ഓടിക്കളയും. അപ്പോൾ ഫുഡ് കഴിക്കുന്നത് ഡിസ്റ്റർബ് ചെയ്യണ്ട. തള്ള കൊടുക്കാതെ മൊത്തം കപ്പി അടിക്കുന്നവൻ. പക്ഷെ അവന് ഫുഡിനൊന്നും കുറവല്ല കേട്ടോ. അപ്പുറത്തെ വീട്ടിലാണ് കിടക്കുന്ന ഒരു വയസ്സായ അമ്മയാണ്. അവന് ഫുഡും പാലും മുട്ടയൊക്കെ കൊടുക്കാറുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മച്ചി ചോറ് മൊത്തം അടിച്ചു, മോന് കിട്ടിയില്ല. എന്നാൽ അച്ചിരി കൂടെ എടുത്തോണ്ട് കൊടുക്ക്. രാവിലെ കിങ്കരന്മാരെല്ലാം ഫുഡ് കഴിക്കാൻ വന്ന് നിരന്ന് നിൽക്കുക. അവിടെ ആൾക്ക് ഫുഡ് തികഞ്ഞില്ല കേട്ടോ. അങ്ങനെ അണ്ണൻ ഫുഡ് എടുക്കാൻ വീണ്ടും അകത്തോട്ട് കയറിപ്പോയി. അവൻ്റെ അമ്മച്ചി അവൻ്റെ ചോറ് മൊത്തം തിന്നളഞ്ഞ് കൊച്ചിന് കൊടുക്കാതെ. കൊച്ചി ഇച്ചിരിയല്ല, അടുത്തോട്ട് വന്നപ്പോഴത്തേ അമ്മച്ചി ഓടിച്ചു കൊച്ചിനെ. ബഹു എന്ന് വയ്ക്കുന്നു. ഡാ ഞാൻ അടുത്തവൻ ചെല്ല, അതിനകത്തൊന്നുമല്ല. അതാണെങ്കിൽ ഓരോരോ അവിടെ ഉണ്ട്. വാ, അവനാണെങ്കിൽ ആകെപ്പാടെ അങ്ങ് ഇച്ചിരി പറ്റ് കിടക്കുന്നത് നുള്ളി പറക്കി തിന്നുന്നതിനകത്ത് എടുക്കാൻ വേണ്ടി അടുത്തവൻ ചെല്ലുന്നു. അങ്ങനെ ചോറ് കൊണ്ട് കൊടുക്കുകയാണ്. വാലാട്ടൊന്ന് ചോറ് കൊടുക്കാൻ ചെന്നപ്പോ ഇപ്പം പേടിയില്ല, പേടി മാറി കേട്ടാ. അവന് ഭക്ഷണമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഭക്ഷണം കഴിക്കാത്തവണൊക്കെ ഇരിക്കുന്ന കേട്ടോ. വരയുടെ ശല്യമായിരിക്കും. ഇനിയിപ്പോൾ വരയൊക്കെ ഇളകാൻ മരുന്നൊക്കെ കൊടുക്കാം. ആദ്യമായിട്ട് ആൾ പുറത്തിറങ്ങിയത് നാട് കാണാൻ. അപ്പുറത്തെ വീട്ടിലായതുകൊണ്ട് നമുക്ക് അവിടെ പോയി കൊടുക്കാക്കത്തില്ലല്ലോ. ഇനിയിപ്പോൾ അവന് വരയ്ക്കുള്ള മരുന്നൊക്കെ കൊടുത്ത് നമ്മൾ കുട്ടപ്പനാക്കി എടുക്കും. അണ്ണൻ രാവിലെ അത് അങ്ങോട്ട് പോയിരിക്കുക. അവിടെ അല്ല സുന്ദരി ഇപ്പം ഇവരെ പേടിച്ച് ഇങ്ങോട്ട് വരത്തില്ല. അന്നേരം അവിടെ മൂലയ്ക്കായിരിക്കുന്നത്. അത് കാരണം ഇപ്പം അണ്ണൻ അവിടെ പോയാണ് ഫുഡ് കൊടുക്കുന്നത്. മൂലയെ കൊണ്ട് കൊടുക്കും. ഇവന്മാരെ പേടിച്ചിപ്പോൾ ഇങ്ങോട്ട് വരത്തില്ല. ആളിനെ ഒന്ന് അടുത്ത് നിന്ന് നോക്കാം. ചോറ് ഇന്നല്ല, ഡിസ്റ്റർബ് ചെയ്യില്ല. ഒരുത്തൻ കുണിയും നിന്നെ ഇവിടെ ആരും വിളിച്ചില്ലല്ലേ? നീ നിന്നെ കുണുങ്ങുന്നത് ഏടാ? എന്നാ സുന്ദരിക്ക് ചോറ് കൊടുത്തിട്ട് വരുന്നു. മൂക്കിൽ കറുപ്പൊക്കെ ഉണ്ട്, ഉണ്ടോ കണ്ണനൊക്കെ? ചോറ് ഇന്നുന്ന വെപ്രാളത്തില്ല കൊച്ച്. വാലൊക്കെ ആട്ടുന്നു. ഇപ്പൊ പേടിയില്ലെന്ന് അർത്ഥം. മൂക്കി കറുപ്പനാ, മൂക്കിൽ നല്ല കറുപ്പൊക്കെ ഉണ്ട്. ചുന്നരക്കുട്ടനാ, ഞങ്ങള് ഇവിടെ രാവിലെ അവന് ഫുഡ് കൊടുത്തോണ്ട് നിന്നപ്പോൾ അവനെ കാണാഞ്ഞ് അവൻ്റെ വീട്ടിലെ അമ്മ വിളിക്കുന്നുണ്ട് അവൻ രാവിലെ വയറുവശം വന്നപ്പോൾ അമ്മയുടെ കൂടെ ഇറങ്ങി കഴിഞ്ഞ് പോരുന്നു. ആ അമ്മ ഉറക്കൊണ്ടിട്ട് വന്നപ്പോഴത്തെ അവൻ ഇവിടെ വന്ന് ഫുഡ് അടിച്ച്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമെന്ന് തോന്നില്ല, കാരണം നമ്മളിവിടെ ചിക്കൻ കുട്ടിയല്ലേ കൊടുക്കുന്നത്. അവിടെ മീൻകറിയാന്ന് തോന്നുന്നു. അപ്പോൾ ചിക്കനുള്ളടുത്ത് കഴിഞ്ഞ് അവൻ നിൽക്കും, മീൻകറി ഉള്ളിടത്ത് പോകുമെന്ന് തോന്നുന്നില്ല. അത് മതിലൊന്നും ഇല്ലാത്ത വീടാണ്. അവ അവിടെ നിൽക്കാനും സാധ്യതയില്ല, കറങ്ങി നടക്കത്തേ ഉള്ളു. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഫുഡ് കൊടുക്കും, അവിടെ പോകുമ്പോൾ അവർ ഫുഡ് കൊടുക്കും. അവൻ്റെ ബാക്കി ഇച്ചിരി എങ്ങാനും ബാക്കി വെച്ചാൽ തിന്നാൻ വേണ്ടിയിട്ട് ഒരുത്ത ബാക്കിൽ ഇരിക്കുന്നുണ്ട്. കൊടുത്ത് കഴിച്ചിട്ടേക്കും. ഇയാളും ചെറുതാണ്, ഇയാൾക്ക് 1 വയസ്സായിട്ടില്ല. ഒരു 6-7-8 മാസം പ്രായമേ വരത്തുള്ളൂ.
ചോറ് കഴിച്ച് വയറ് നിറഞ്ഞ് ഡുംബയായി. എന്നിട്ട് ബാക്കി കാക്ക തിന്നുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവൻ തിന്ന് ബാക്കി വെച്ചത് മറ്റവൻ പോയി തിന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരിയും കൂടെ തിന്ന് വയറ് ഡുമ്മായി. എന്നിട്ട് വീണ്ടും തിന്നാൻ ചെല്ലുക. അവരുണ്ട് ഭയങ്കര കൂട്ടാ. കാരണം അവൻ പൊടിയ ആള്, അവന് 7.5 മാസം പ്രായമുള്ളു. അപ്പോൾ അവന് കളിക്കാൻ കൂട്ടായി. അമ്മച്ചി ഇതോ കളഞ്ഞിട്ട് ഇതോ പോയിരിക്കുന്നു. നമ്മളെ മണിക്കുട്ടിക്ക് അങ്ങനെ ഒരു വാവയുണ്ടായി. മണിക്കുട്ടിയുടെ അനിയത്തിക്ക്. മണിക്കുട്ടി മൂത്തേമ്മയായി. ഇതോ പോന്നു. ഈ അങ്ങോട്ടൊക്കെ ഇതോ പോന്നു. വയറ് വീർത്തിരിക്കുന്നുണ്ട. ഫ്രണ്ടിന്ന് നോക്കുമ്പോൾ അറിയാം വയറെന്തുമാത്രം വീർത്തിട്ടുണ്ടെന്ന്. ചോരൊക്കെ തിന്ന് നാക്കൊക്കെ നെക്കി തുടച്ച് പോവുക.